വെറും 12 ദിവസം മുൻപ് താലി ചാർത്തിയ ഭർത്താവിനെ മധുവിധു യാത്രയിൽ അതിക്രൂരമായി കൊന്നുതള്ളാൻ ഒരു ഭാര്യയ്ക്ക് എങ്ങനെയാണ് സാധിക്കുക? എന്നാൽ ഇവിടെ ഒരു സ്ത്രീക്ക് അത് സാധിച്ചു. അവളെ സ്ത്രീ എന്ന് വിളിക്കാൻ പാടുമോ എന്ന് എനിക്കറിയില്ല. അവൾ അത് ചെയ്തതിന് കാരണം ഭർത്താവിനെ കൊന്നത് വിവാഹത്തിന് മുൻപേയുള്ള കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടിയായിരുന്നു. പ്രണയവും വിവാഹവും ഒരു കൊലപാതകത്തിനുള്ള മറയാക്കി മാറ്റിയ ഒരു പെൺകുട്ടിയുടെയും അവൾ ചമച്ച മരണത്തിന്റെ മാസ്റ്റർ പ്ലാനിന്റെയും ഭയാനകമായ കഥയാണിത്. കഥയല്ല, ജീവിതം തന്നെയാണ്. ഇൻഡോർ സ്വദേശിയായ രാജ രഘുവംശി സോനം എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ തന്റെ പുതിയ ജീവിതത്തിനെ കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ രാജയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ തന്നെ സോനം രാജ് കുശ്വാഹ എന്നൊരാളുമായി പ്രണയത്തിലായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം വരും, അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അവൾ കാമുകനെ വിവാഹം കഴിക്കാതിരുന്നതെന്ന്? അതിന് കാരണം സോനത്തിന്റെ കുടുംബം ഈ ബന്ധത്തെ ശക്തമായി എതിർത്തു. തങ്ങളുടെ സമുദായത്തിന് പുറത്തുള്ള സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഒരാളുമായി വിവാഹത്തിന് അവർ തയ്യാറായില്ല. സമ്മർദ്ദം സഹിക്കവയ്യാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് എന്റെ വിവാഹം നടത്താം, പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചാലും ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല എന്ന് സോനം സ്വന്തം അമ്മയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയാണ് അവിടെ നിന്ന് വിവാഹത്തിന് സമ്മതിച്ചത്. അങ്ങനെ കാമുകനെ ഉപേക്ഷിക്കാൻ കഴിയാതെയും എന്നാൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയും അവൾ രാജയുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. പക്ഷേ അവളുടെ മനസ്സിൽ ഭർത്താവിനോടുള്ള പ്രേമമായിരുന്നില്ല, പകരം കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടി ഭർത്താവിനെ ഒഴിവാക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. മധുവിധു യാത്രയ്ക്കായി ഷില്ലോങ് തിരഞ്ഞെടുത്തത് പോലും ആ ക്രൂരകൃത്യം നടപ്പാക്കാനായിരുന്നു. സോനവും രാജയും ഷില്ലോങ്ങിലേക്ക് പുറപ്പെട്ടതിന് പിന്നാലെ കാമുകനായ രാഹുൽ കുശ്വാഹ, പേര് പറയത്തിരി ബുദ്ധിമുട്ടുണ്ട്, 3 വാടക കൊലയാളികളെ അങ്ങോട്ടേക്ക് അയച്ചു. ആ പാവം ഭർത്താവ് ഇതൊന്നും അറിയാതെ ഭാര്യയുടെ ചിരിയിൽ മയങ്ങി തന്റെ മരണത്തിലേക്കാണ് യാത്ര ചെയ്യുന്നതെന്ന് ഓർത്തില്ല. മെയ് 23-ന് ഷില്ലോങ്ങിലെ പ്രശസ്തമായ വെയ് സൊഡോങ് വെള്ളച്ചാട്ടത്തിന് സമീപം വെച്ച് സോനം തന്റെ പദ്ധതി നടപ്പിലാക്കി. ഭർത്താവിനെയും കൂട്ടി പ്രകൃതി ഭംഗി ആസ്വദിക്കാനെന്ന മട്ടിൽ ആളൊഴിഞ്ഞ ഒരിടത്ത് എത്തിയപ്പോൾ അവിടെ കാത്തു നിന്ന കൊലയാളികൾ രാജയെ വളഞ്ഞു. തന്റെ ഭാര്യയുടെ കൺമുന്നിൽ വെച്ച് ശത്രുക്കൾ വളയുമ്പോൾ രാജ ഒന്ന് ഞെട്ടിയിരിക്കണം. എന്നാൽ സോനത്തിനാണെങ്കിൽ ഒരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. അവൾ പ്രതികാരദാഹിയായ ഒരു യക്ഷിയെ പോലെ അവിടെ നിന്നു. എന്തിനാണ് അവർ തന്നെ കൊല്ലുന്നതെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് മൂർച്ചയേറിയ ഒരു ആയുധം കൊണ്ട് അവർ അവന്റെ രാജയുടെ തലയ്ക്ക് മാരകമായി പരിക്കേൽപ്പിച്ചു. രക്തത്തിൽ കുളിച്ച ആ ശരീരത്തെ അവർ വലിച്ചഴിച്ച് അടുത്തുള്ള കൊക്കയിലേക്ക് തള്ളി. ശേഷം ഒന്നും സംഭവിക്കാത്ത മട്ടിൽ സോനം കൊലയാളികൾക്കൊപ്പം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ദിവസങ്ങൾക്ക് ശേഷം ജൂൺ 2-ന് പോലീസ് നടത്തിയ തിരച്ചിലാണ് രാജയുടെ മൃതദേഹം കൊക്കയിൽ നിന്ന് കണ്ടെത്തുന്നത്. ഒരു ടൂർ ഗൈഡിന്റെ മൊഴിയും CCTV ദൃശ്യങ്ങളും പോലീസിനെ അതിവേഗം സോനത്തിലേക്ക് എത്തിച്ചു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ സോനം പോലീസിൽ കീഴടങ്ങി. പിന്നാലെ കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരനായ കാമുകൻ രാഹുൽ കുശ്വാഹയെയും വാടക കൊലയാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവിടെ ഇരയായത് ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനാണ്. ഏകദേശം 15 ലക്ഷം രൂപയാണ് ഈ ഒരു മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിന് വേണ്ടി സോനം രാജ് കുശ്വാഹയ്ക്ക് ഓഫർ ചെയ്തത്, അതായത് വാടക കൊലയാളികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ടിക്കറ്റും ഈ സോനം തന്നെ എടുത്ത് കൊടുത്തിരുന്നു. അതായത് ഇവിടേക്ക് ഷില്ലോങ്ങിലേക്ക് വരാനുള്ള ടിക്കറ്റും എടുത്ത് കൊടുത്തിരുന്നു. വാർത്തകളിൽ പറയുന്നതനുസരിച്ച് രാജ് കുശ്വാഹ അവസാനത്തെ മൊമെന്റ് വരെ, അതായത് ലാസ്റ്റ് മൊമെന്റ് വരെ ഇയാളെ കൊല്ലാൻ കൂട്ടാക്കിയിരുന്നില്ല. ഷില്ലോങ്ങിലേക്ക് എന്തായാലും ടിക്കറ്റ് എടുത്തുകൊണ്ട് യാത്രയ്ക്ക് വേണ്ടിയാണ് പോയതെന്നാണ് പറയുന്നത്. അവസാനം നമ്മുടെ സോനം നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് രാജ് രഘുവംശിയെ കൊല്ലാൻ തയ്യാറായത്. അതായത് കൊല്ലുന്നതിന് തൊട്ട് മുൻപ് ഏകദേശം 15 ലക്ഷം രൂപയോളം തരാമെന്ന് പറഞ്ഞ് ഇവരുടെ മനസ്സ് മാറ്റിയാണ് ഏറ്റവും അവസാനമാണ് സോനം ഈ കൊലപാതകം നടപ്പാക്കാൻ രാജ് കുശ്വാഹയെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നത്. അയാൾ ചെയ്ത തെറ്റ് എന്താണ്? ഒരു യക്ഷിയെ വിശ്വസിച്ച് അവളുമായി കല്യാണം ഉറപ്പിച്ച് കല്യാണം കഴിച്ചു. അതുമാത്രമാണ് താൻ ചെയ്ത തെറ്റ്, അതും അറിയാതെ ചെയ്ത തെറ്റ്. അതും ഒരു യക്ഷിയെ കല്യാണം കഴിച്ചതാണ് അവിടെ ഉണ്ടായ ആകെയുള്ള ഒരു തെറ്റ്. ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ അയാൾ ഒരുപാട് സ്വപ്നങ്ങൾ തന്റെ ജീവിതത്തെ കുറിച്ച് കണ്ടിട്ടുണ്ടാവും. അതാണ് ഈ ഒരു സ്ത്രീ തകർത്ത്
വേർത്തെറിഞ്ഞത്. അവൾക്ക് വേണമെങ്കിൽ അയാളെ കൊല്ലാതെ തന്നെ ഒളിച്ചോടി പോകാമായിരുന്നു. ഒരുപക്ഷെ കൊല്ലുന്നതുകൊണ്ട് അവൾക്ക് വേറെ എന്തെങ്കിലും നേട്ടം ഉണ്ടായിരിക്കാം. ഭർത്താവിന്റെ കണക്കില്ലാത്ത സ്വത്തിലായിരിക്കാം ഒരുപക്ഷെ ആ ഒരു നോട്ടം. മാത്രമല്ല ഇവിടെ തെറ്റ് ചെയ്തത് ആ സ്ത്രീ മാത്രമല്ല, മുൻപ് ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിട്ടും ആ ബന്ധത്തിന് സമ്മതിക്കാതെ മറ്റൊരാളെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു വിട്ട മാതാപിതാക്കൾ കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒന്നാം പ്രതിയായി കണക്കാക്കേണ്ടത് അവരെ തന്നെയാണ്. തങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം നടത്തുന്നതിലൂടെ സംഭവിച്ച ഒരു വലിയ വിനയാണിത്. ഇത് ഇവിടെയുള്ള പല വിവരദോഷികളായ മാതാപിതാക്കൾക്കും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അവർക്കും മക്കളുടെ സ്നേഹമല്ല, അവരുടെ അഭിമാനമൊക്കെയാണ് ഏറ്റവും വലുത്. ഈ മാതാപിതാക്കളും അവരുടെ യക്ഷിയായ മകളും കാരണം ഒരു പാവപ്പെട്ടവന്റെ ജീവിതം ഇല്ലാതെ, ഒരു തെറ്റും ചെയ്യാതെ മരിക്കുമ്പോഴുള്ള അവസ്ഥ എന്തിനാണെന്ന് പോലും ആ പാവത്തിന് അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. എന്താണ് കാര്യമെന്ന് ചിന്തിക്കുമ്പോഴേക്കും തലയ്ക്കടിയേറ്റ് കൊക്കയിൽ വീണിട്ടുണ്ടാകും. അതുപോലെ ഒരു കാര്യം കൂടി, ഞാൻ ഈ കൊലപാതകയുടെ, അതായത് ഈ പ്രതിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടുള്ളത് തെറ്റായിരുന്നു. രാഹുൽ കുശ്വാഹ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, പക്ഷേ രാജ് കുശ്വാഹ എന്നാണ് പേര്.